ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ 11-ാം ദിവസത്തെ അപ്ഡേറ്റുകളിലേക്ക് പോകാം. നിലവിൽ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രൊമോ അനുസരിച്ച് ബിഗ് ബോസ് വീട്ടിൽ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൻ്റെ അവസാന ടാസ്ക് നടക്കുന്നു. ആ ടാസ്കിൽ പങ്കെടുക്കുന്നത് നോമിനേഷനിലുള്ള ഈ 6 പേർ സ്വയമാണ്. ഈ ടാസ്കിന് ശേഷം ഗെയിമിൽ പിന്നിലായി സെലക്ട് ചെയ്യപ്പെട്ട 2 പേർ ബിഗ് ബോസ് വീടിൻ്റെ പ്രധാന വാതിൽ വഴി പുറത്തേക്കിറങ്ങി സസ്പെൻഷൻ റൂമിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. ഇതോടുകൂടി ഇന്ന് തന്നെ മത്സരാർത്ഥികളിൽ 1-2 പേർ സസ്പെൻഷൻ റൂമിലേക്ക് പോകുമെന്നും അത് ആരാകുമെന്ന കൗതുകം നിലനിർത്തുന്നതാണ് നിലവിലെ പ്രൊമോ. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, ഇന്ന് വീട്ടിൽ 2 ടാസ്കുകൾ നടക്കുന്നുണ്ടാകാം. കാരണം അവസാന ടാസ്ക് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ആ മത്സര സമയത്ത് പിന്നിലുള്ള സ്കോർ ബോർഡിൽ 3 ടാസ്കുകളുടെ പോയിന്റ് നിലവാരം എഴുതിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓരോ ടാസ്ക് വീതം 2 ടാസ്കുകൾ നടന്നു. ഇന്ന് സഹായികളുടെ സഹായത്തോടെ ഒരു ടാസ്ക് കൂടി നടക്കുന്നുണ്ടാകാം. അതിനുശേഷമാണ് 4ാമത്തെ ടാസ്കായി നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾ ടാസ്കിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവരാൻ ബിഗ് ബോസിന് കഴിയും. നോമിനേഷനിലുള്ളവർ സ്വയം പങ്കെടുക്കുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് ഇതിന് കൂടുതൽ പോയിന്റുകൾ നൽകി ആദ്യത്തെ സ്കോറിനേക്കാൾ കൂടുതൽ സ്കോർ നേടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒക്കെ ബിഗ് ബോസിന് അവസാന നിമിഷം ട്വിസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ആ സ്കോർ ബോർഡിൽ നോക്കിയാൽ സരികയ്ക്ക് 0 പോയിന്റ് 3ാമത്തെ ടാസ്കിൽ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്നതും വ്യക്തതയില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 2 പേരെ സസ്പെൻഷനിലേക്ക് അയക്കുന്ന വീഡിയോയിലും അതിനുശേഷം അവർ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോയിലും ഗിസേൽ ഇല്ല എന്നതാണ്. അപ്പോൾ ഗിസേലിന് എന്ത് സംഭവിച്ചു? ജിസേലിന് കഴിഞ്ഞ ദിവസങ്ങളിൽ മേക്കപ്പിൻ്റെ വിഷയത്തിലും ഇന്ന് രാവിലെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിലും എല്ലാം നിയമലംഘനങ്ങൾ നടത്തുന്നു എന്ന രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വീട്ടിലെ മറ്റ് സ്ത്രീ മത്സരാർത്ഥികൾ വളരെ ശക്തമായി ഗിസേലിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഗിസേലിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷാ നടപടിയായി സസ്പെൻഷനിൽ ജിസേൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അറിയേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ജിസേൽ ഈ സമയത്തെല്ലാം എവിടെ പോയി എന്നത് അടുത്ത ചോദ്യമാണ്. ഒരു പക്ഷേ വീട്ടിലെ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷയായി ഗിസേലിനെ സസ്പെൻഷനിലേക്ക് വിടുകയും നോമിനേഷനിലുള്ള ഒരാളെ സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകാം. ഏതായാലും 2 പേർ ഇന്ന് വൈകുന്നേരം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സസ്പെൻഷനിലൂടെ സീക്രട്ട് റൂമിലേക്ക് പോകും എന്നത് ഉറപ്പാണ്. ഇനി അവർക്ക് അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് നൽകുക, അവർക്ക് ഈ ഗെയിമുമായി എന്ത് ബന്ധമുണ്ടാകും എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തതയുണ്ടാകുകയുള്ളൂ. ഇങ്ങനെയൊരു സസ്പെൻഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റ് ചെയ്യൂ.